റാഗി വെച്ചിട്ടുള്ള ഒരു പുട്ടിൻ്റെ റെസിപ്പിയാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്ക് റാഗി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം, പഞ്ഞപ്പുല്ല്, മുത്താറി എന്നൊക്കെ ഇതിന് പേരുണ്ട്. അപ്പോൾ സാധാരണ നമ്മൾ കുഞ്ഞു കുട്ടികൾക്കാണ് നമ്മൾ മുത്താറിയൊക്കെ കാച്ചിട്ട് കൊടുക്കുന്നത്. ഒരു 6 മാസം മുതൽ മേലേക്കുള്ള കുട്ടികൾക്ക് നമ്മൾ മുത്താറി പാലിൽ കാച്ചിട്ട്, അതുപോലെ ഗോതമ്പ് അരച്ചിട്ട് മുത്താറിയും കൂടെ അരച്ചിട്ട് പാലും കൂടി കുറുക്കിയിട്ട് കൊടുക്കാറുണ്ട്. എന്നാലും നമ്മൾ മുതിർന്നവർ റാഗി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് വളരെ കുറവാണ്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദിവസവും ഈ ഒരു റാഗി ഇതുപോലെ പുട്ടുണ്ടാക്കിയിട്ടോ അതുപോലെ ദോശയോ അങ്ങനെ എന്തെങ്കിലും വിഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തും. മിക്കവാറും ആളുകൾ അരിപ്പുട്ട്, അതുപോലെ ഗോതമ്പ് വെച്ചിട്ടുള്ള പുട്ട്, പിന്നെ മിക്കവരും ഓട്സൊക്കെ പുട്ട് ട്രൈ ചെയ്തിട്ടുണ്ടാകും. അതുപോലെ നുറുക്ക് ഗോതമ്പ് വെച്ചിട്ട് ഇങ്ങനെയൊക്കെയുള്ള ഇത് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ടാകുക. എന്നാൽ ഇതുപോലെ റാഗി പുട്ട് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു രാവിലത്തെ ആ ഒരു പ്രഭാത ഭക്ഷണം തന്നെ നമ്മുടെ വയറ് ഫുള്ളായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വീണ്ടും ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി ഒന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ചിട്ട് ഈ റാഗി ഒരുപാട് ഫൈബർ അടങ്ങിയിരിക്കുന്ന ഒരു ഇതാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ കുറച്ച് ഒരു കഷ്ണം പുട്ടൊക്കെ തിന്നു കഴിഞ്ഞാൽ വയറ് നല്ല ഫുള്ളായിരിക്കുന്ന പോലെ തോന്നും. അതുകൊണ്ട് ഭക്ഷണം അധികം വീണ്ടും കഴിക്കാനുള്ള ആ ഒരു അമിത ആസക്തിയൊക്കെ ഒന്ന് കുറയ്ക്കുകയും ചെയ്യും. ഇതിൽ കൊഴുപ്പ് വളരെയധികം കുറഞ്ഞ ഒരു ധാന്യമാണ്. അതുകൊണ്ട് തന്നെ ശരീരഭാരം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ഇത് കഴിച്ചാൽ വളരെ നല്ലതാണ്. അപ്പോൾ രാവിലെ ഒരു കഷ്ണമൊക്കെ പുട്ട് തിന്നു കഴിഞ്ഞാൽ നമുക്കധികം വിശപ്പുണ്ടാവില്ല. അപ്പോൾ നമുക്ക് വേറെ ഭക്ഷണം കഴിക്കാനുള്ള ആ ഒരു ടെൻഡൻസി കുറയും. അപ്പോൾ അങ്ങനെ വെയിറ്റൊക്കെ കൂടുതലുള്ളവർ ഒരു വെയിറ്റ് ലോസൊക്കെ ഒന്ന് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിൽ, കൺട്രോൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊക്കെ കഴിക്കുന്നത് വളരെ നല്ലതായിരിക്കും. റാഗിയിൽ ഒരുപാട് കാൽസ്യം അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പോൾ കാൽസ്യം എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളരെ നല്ലതാണ്. അപ്പോൾ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് വളരുന്ന കുട്ടികൾക്ക് ഇതൊക്കെ വളരെയധികം അത്യാവശ്യമാണ്. അപ്പോൾ കുട്ടികളുടെ ആ ഒരു എല്ലുകളുടെ വളർച്ചയ്ക്കും വികാസത്തിനും ഒക്കെ ഇത് വളരെയധികം സഹായിക്കുന്നു. അതുപോലെ തന്നെ മുതിർന്നവരും ഇത് ഒരുപാട് കഴിക്കുന്നത് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ദിവസവും ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കുറച്ച് പ്രായമായ ആൾക്കാർക്കൊക്കെ ഉണ്ടാകുന്ന എല്ല് പൊട്ടൽ, എല്ല് തേയ്മാനം പോലെയുള്ള ആ ഒരു പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ റാഗി വെച്ചിട്ടുള്ള പുട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാനിതൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് റാഗീൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നതാണ്. അപ്പോൾ 1 കപ്പ് പൊടിയാണ്. അപ്പോൾ ഇത് നിങ്ങൾക്കറിയാം, കുറച്ച് നൈസായിട്ടുള്ള പൊടിയായിരിക്കും റാഗി പൊടി എന്ന് പറയുന്നത്. ഇതിങ്ങനെ നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ പൊടിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് മുഴുവനായിട്ടുള്ള റാഗി എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കാം നമുക്ക് വീട്ടിൽ. അപ്പോൾ ഈ 1 കപ്പ് പൊടി എന്ന് പറയുന്നത് നമുക്കൊരു 4 ആൾക്ക് തിന്നാനുള്ള ഒരു കണക്കിനായിരിക്കും പുട്ട് കിട്ടുന്നത്. ഇനി നമുക്കിതൊരു പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് ഈ റാഗിപ്പൊടി ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ പ്രത്യേകിച്ചൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്ലെയിം നന്നായിട്ട് തന്നെ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അപ്പോൾ ഇതുപോലെ വറുത്തിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഈ പുട്ട് കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ നല്ലൊരു മണമൊക്കെ, നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാകും. അപ്പോൾ വറുക്കാണ്ട് പുട്ടുണ്ടാക്കുന്നവരുണ്ട്, പക്ഷേങ്കിൽ ഇതുപോലെ വറുത്തിട്ട് പുട്ടുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കാൻ പറ്റും. അപ്പോൾ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കരിഞ്ഞു പോകാണ്ട് ആ ഒരു നല്ലൊരു മണം വരും. നമ്മൾ ആ ഒരു ഇതുപോലുള്ള പൊടികളൊക്കെ ചൂടാകുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറും മണമൊക്കെ വരും. അപ്പോഴാണ് നമ്മൾ ഈ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യേണ്ടുന്നത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 5 മിനിറ്റ് ഞാൻ ചെറിയ തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മതിയാകും. നമുക്ക് നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നമുക്കിനി ഇത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് തണുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റിയിടുന്നുണ്ട്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ പുട്ടിന് കുഴച്ചെടുക്കാൻ പാടുള്ളൂ. ഇനി വേറെ പണിയൊന്നുമില്ല. നമ്മൾ സാധാരണ ഗോതമ്പ് പുട്ടും അതുപോലെ അരിപ്പുട്ടും ഒക്കെ കുഴക്കുന്നത് പോലെ പുട്ടിന് പൊടി നനക്കാൻ അറിയാമല്ലോ, അപ്പോൾ അതുപോലെ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. പക്ഷേ ഒന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രമേ വെള്ളം നനക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഏകദേശം ഒന്ന് നന്നായിട്ടൊന്ന് തണുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പ് പൊടിയായിട്ട് ഇതുപോലെ ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തിൽ ഉപ്പ് പൊടി ഇട്ടിട്ട് അലിയിച്ചിട്ട് ഒന്ന് ചേർത്ത് കൊടുത്താലും മതിയാകും. ഇനി നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് കൂടുതൽ ടേസ്റ്റും നല്ലൊരു മണമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പശു നെയ്യാണ്. അപ്പോൾ ഒരു 1-2 ടേബിൾ സ്പൂൺ പശു നെയ്യ് നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ കൈവച്ചിട്ട് ഇതുപോലെ നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. കാരണം ഉപ്പും ആ ഒരു പശു നെയ്യൊക്കെ ആ പൊടീൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് എത്തുന്ന വിധത്തിൽ നമുക്ക് ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം. അതുപോലെ പുട്ടിന് പൊടി നനക്കുന്ന സമയത്ത് ഈ പൊടിയിൽ തേങ്ങ ഇട്ടിട്ടൊന്ന് കുഴച്ചെടുക്കുന്നവരുണ്ട്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിലേക്ക് ഒരു 1-2 ടേബിൾ സ്പൂൺ തേങ്ങ ചേർത്തിട്ട് വേണം കുഴച്ചെടുക്കാം. പക്ഷേ ഞാൻ ചേർക്കുന്നില്ല. ഞാൻ പുട്ട് ചുടുമ്പോൾ മാത്രമേ ചേർക്കുന്നുള്ളൂ. ഇനി ഞാൻ 1 കപ്പ് പൊടിക്ക് 1 കപ്പ് വെള്ളം തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇപ്പോൾ അളവ് പറയാൻ പറ്റില്ല. നമ്മൾ ഇങ്ങനെ കുഴച്ച് നോക്കുമ്പോൾ എത്രത്തോളം വെള്ളം ആവശ്യമാണ് അതിനനുസരിച്ച് നമുക്ക് കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ കുഴച്ചെടുക്കാം. അപ്പോൾ റാഗിയിൽ വെള്ളം ഒഴിക്കുമ്പം വേഗം നമുക്ക് വെള്ളം അത്യാവശ്യമായിട്ട് വരും. വേഗം ആ പൊടി ഒന്ന് ഡ്രൈ ആകും. അപ്പോൾ നോക്കി ഒന്ന് നിങ്ങൾ ആഡ് ചെയ്ത് കുഴച്ച് കൊടുക്കും. അപ്പോൾ സാധാരണ ഗോതമ്പ് പൊടിയൊക്കെ നമ്മൾ കുഴച്ച് കൊടുക്കുന്നില്ല, അതുപോലെ തന്നെ ചെയ്തെടുത്താൽ മതി.
അപ്പോൾ ഇതാ നമ്മൾ പൊടി നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ സാധാരണ പുട്ടുപൊടിക്കൊക്കെ കുഴക്കുമ്പോൾ നമ്മൾ ഇതുപോലെ ഒന്ന് ഉരുട്ടി നോക്കുമ്പോൾ ഒന്ന് ഉണ്ടയായിട്ട് കിട്ടണം. അതാണ് കറക്റ്റ് പാകം എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ പൊടിച്ച് നോക്കുമ്പോൾ പൊടിഞ്ഞു പോവുകയും ചെയ്യണം. അതായിരിക്കും ആ ഒരു പുട്ടിൻ്റെ പൊടീൻ്റെയൊക്കെ കറക്റ്റ് പാകം എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പോൾ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിനി ഇത് അധിക സമയം വെക്കുന്നൊന്നുമില്ല, വേഗം പുട്ടുണ്ടാക്കുക ചെയ്യുന്നത്. അപ്പോൾ ഞാനിതാ പുട്ടുകുറ്റിയിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ പുട്ടുണ്ടാക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് എത്ര ഇതായിട്ട് ലെയർ വേണോ അതിനനുസരിച്ചിട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ചെറിയ ചെറിയ പുട്ടിൻ്റെ കഷ്ണം നിങ്ങൾക്ക് വേണമെങ്കിൽ 1-2 പ്രാവശ്യം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ അതിൽ ഏറ്റവും ചെറുതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 പ്രാവശ്യം തേങ്ങ അതിൻ്റെ ഇടയിൽ നിറച്ച് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ പുട്ടിൻ്റെ കഷ്ണങ്ങൾ കാണാനായിരിക്കും കൂടുതൽ ഭംഗി ഉണ്ടാകുക. വേറെ ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പൊടി നനച്ചിട്ട് നിങ്ങൾ അധിക സമയം വെക്കാൻ പാടില്ല. ഒന്നുകിൽ അപ്പാട് തന്നെ നിങ്ങൾ ഇതുപോലെ പുട്ടുകുറ്റിയിൽ നിറച്ചിട്ട് ആവി കയറ്റി എടുക്കുക. അല്ലെങ്കിൽ കുറച്ച് സമയം കഴിഞ്ഞ് ഇപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കിയിട്ടാണ് പുട്ടുണ്ടാക്കുന്നതെങ്കിൽ അതിൻ്റെ മേലേക്ക് കുറച്ച് വെള്ളം ഒന്ന് തളിച്ച് കൊടുക്കുക, എന്നിട്ട് മൂടി വെച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും. എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴാണോ പുട്ടുണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു സമയം നമ്മൾ നോക്കിയിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് കുഴച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ പുട്ടുകുറ്റിയിൽ ഞാൻ പുട്ടുപൊടിയൊക്കെ നിറച്ചിട്ട് ആവി കയറ്റി എടുക്കുന്നുണ്ട്. അപ്പോൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ച് വേവ് കൂടുതലുണ്ട്. അപ്പോൾ നമ്മളിതൊരു ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 1-2 മിനിറ്റും കൂടി വീണ്ടും കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആ വേവ് ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ ഈ ഷുഗറൊക്കെ ഉള്ളവരോട് പറയാറുണ്ട് നമ്മൾ അരി ഭക്ഷണം അധികം കഴിക്കരുതെന്ന്. പ്രത്യേകിച്ച് ഗോതമ്പ് കഴിക്കാനാണ് കൂടുതൽ ഡോക്ടേഴ്സ് പറയുന്നത്. പക്ഷേങ്കിൽ ഗോതമ്പും നമ്മൾ ഷുഗറൊക്കെ അതിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇതുപോലുള്ള മില്ലറ്റ്സൊക്കെ കൂടുതൽ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് ഷുഗർ പേഷ്യൻസ് ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ റാഗി നിങ്ങൾ ദിവസവും ഇങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രമേഹത്തിനുള്ള സാധ്യതയൊക്കെ വളരെ കുറവായിരിക്കും. അതുപോലെ ഇതിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നുണ്ട്. നിങ്ങൾ ഗോതമ്പ് അരിയും കഴിക്കുന്നതിനേക്കാളും കൂടുതൽ ഇതുപോലുള്ള മില്ലറ്റ്സ് ഭക്ഷണത്തിൽ നിങ്ങൾ ഉൾപ്പെടുത്തുക. അധികമായിട്ടുള്ള കൊഴുപ്പിനൊക്കെ നീക്കം ചെയ്ത് കൊളസ്ട്രോളൊക്കെ കുറക്കാൻ വേണ്ടിയിട്ട് റാഗിക്കൊരു പ്രത്യേക കഴിവ് തന്നെയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇരുമ്പിൻ്റെയൊക്കെ അളവ് കുറവുണ്ടാവും. അയണിൻ്റെ അളവ് കുറവുള്ളവരോട് പ്രത്യേകിച്ച് റാഗിയൊക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ ഡോക്ടേഴ്സ് പറയുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ചെറിയ കുട്ടികളായി കഴിഞ്ഞാലും കുട്ടികൾക്കായിരിക്കും കൂടുതൽ അളവ് അയണൊക്കെ കുറവുള്ളത്. അപ്പോൾ അങ്ങനെ അതുപോലെ വിളർച്ചയൊക്കെ ഉള്ളവർക്ക് ഇതുപോലെ ഭക്ഷണത്തിൽ റാഗി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അയണിൻ്റെ അളവൊക്കെ ഒന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ദിവസവും നിങ്ങൾ ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അയൺ ടാബ്ലറ്റും ടോണിക്കും ഒന്നും കഴിക്കേണ്ടി വരില്ല. അതുപോലെ ഇത് വളരെയധികം ദഹനത്തിന് സഹായിക്കുന്നുണ്ട്. നമ്മളെ ബവൽ മൂവ്മെൻറ്റ്സ് ഒക്കെ സാധാരണ നിലയിലാക്കിയിട്ട് മലബന്ധമൊക്കെ തടയാൻ സഹായിക്കുന്നുണ്ട്. അതുപോലെ മുലയൂട്ടുന്ന അമ്മമാർക്കൊക്കെ വളരെയധികം നല്ലതാണ്. മുലപ്പാൽ ഉണ്ടാകാൻ വേണ്ടിയിട്ട് വളരെയധികം നല്ലതാണ് ഈ റാഗി. അമിനോ ആസിഡ്, കാൽസ്യം, ഇരുമ്പ് ഇതൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും ഒക്കെ ഇത് വളരെയധികം ഗുണം ചെയ്യുന്നു. അതുപോലെ തന്നെ സ്ട്രെസ്സ് കുറയ്ക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് റാഗിക്കുണ്ട്. അത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ ഇതിലടങ്ങിയിരിക്കുന്നത് കൊണ്ട് അമിനോ ആസിഡും ഒക്കെ അടങ്ങിയിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഹൈപ്പർ ടെൻഷനും സ്ട്രെസ്സും തലവേദനയൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കും. അപ്പോൾ നമ്മൾ റാഗി നമ്മളെ ആരോഗ്യം നിലനിർത്താനും രോഗങ്ങൾ അകറ്റാനും മാത്രമല്ല നമ്മളെ യുവത്വം നിലനിർത്താനും, അതായത് വാർദ്ധക്യം തടഞ്ഞിട്ട് യുവത്വം നിലനിർത്താൻ വേണ്ടിയിട്ട് റാഗി കഴിക്കുന്നതുകൊണ്ട് നമുക്ക് സഹായിക്കും. അതുപോലെ റാഗി ഉപയോഗിച്ചിട്ട് നമ്മൾ ദോശ, പുട്ട്, അട, ചപ്പാത്തി, ഉപ്മാവ്, അതുപോലെ ഹൽവ വരെ ഇന്ന് ഉണ്ടാക്കുന്നുണ്ട്. അതുപോലെ ഇഡ്ഡലിയൊക്കെ നമുക്ക് ഉണ്ടാക്കാം. അതൊക്കെ നമുക്ക് കുറച്ച് പച്ചക്കറികളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഭയങ്കര സ്വാദിഷ്ടമായിട്ട് തന്നെ നമുക്കത് ഉണ്ടാക്കാം. അപ്പോൾ ദിവസവും നമ്മൾ ഒരു നേരം തന്നെ റാഗി കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് രോഗങ്ങൾ മാറി നിൽക്കുമെന്നാണ് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് ഭക്ഷണത്തിൽ ദിവസം ഒരു നേരമെങ്കിലും, പ്രത്യേകിച്ചിട്ട് ഷുഗർ പേഷ്യൻസും കുറച്ച് പ്രായമായ ആൾക്കാരൊക്കെ ഒന്ന് രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ കൂടുതൽ നല്ലതായിരിക്കും. ദഹനത്തിനൊക്കെ സഹായിക്കുന്നത്. രാത്രി നമ്മൾ അധികം ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലല്ലോ, അപ്പോൾ അത് കൂടുതൽ ഉൾപ്പെടുത്തുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള റെസിപ്പീസൊക്കെ ഉണ്ടാക്കുക. നിങ്ങൾ അറിയാത്തവർക്കും കൂടി ഇതിൻ്റെ ഗുണങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കൂടുതൽ പുതിയ റെസിപ്പിയുമായിട്ട്, കൂടുതൽ നല്ല ഉപകാരമുള്ള റെസിപ്പിയുമായിട്ട് കാണാം. താങ്ക്